കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരളത്തിന്റെ ഭരണരീതിയും സാംസ്കാരിക പൈതൃകവും നേരിട്ടറിയാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവജന സംഘം വള്ളത്തോൾ നഗറിലെത്തി. സി കേരള നൗ കേരള എന്ന യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് 34 അംഗ സംഘം കേരളം സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ കേരള കലാമണ്ഡലത്തിലെത്തിയ സംഘം കലാരൂപങ്ങൾ നേരിൽ കണ്ട് ആസ്വദിച്ചു. കേരളത്തിന്റെ വികസന മാതൃകകളും സമ്പന്നമായ കലാരൂപങ്ങളും അടുത്തറിയാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന സി കേരള നൗ കേരള പദ്ധതിയുടെ ഭാഗമായാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവതി യുവാക്കൾ കേരളത്തിലെത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി എത്തിയ 34 അംഗ സംഘം ശനിയാഴ്ച രാവിലെ കേരള കലാമണ്ഡലം സന്ദർശിച്ചു. കലാമണ്ഡലത്തിലെ വിവിധ കളരികളും കഥകളി വേഷങ്ങൾ തയ്യാറാക്കുന്ന കോപ്പുപുരകളും സംഘം നേരിൽ കണ്ട് മനസ്സിലാക്കി. തുടർന്ന് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ എൻ്റെ കേരളം എന്ന നൃത്താവിഷ്കാരം അരങ്ങേറി. കഥകളി, കൂടിയാട്ടം, തുള്ളൽ, മോഹിനിയാട്ടം, ഭരതനാട്യം, കളരി തുടങ്ങിയ കലാരൂപങ്ങൾ കോർത്തിണക്കിയ കലാപ്രകടനം അതിഥികൾക്ക് വേറിട്ട അനുഭവമായി. ഫെബ്രുവരി 19 മുതൽ 28 വരെ വിവിധ ജില്ലകളിൽ സംഘടിപ്പിക്കുന്ന ഈ യാത്രയുടെ സംഘാടകരായ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി മാനേജർ കാർത്തിക് ഗോപാൽ, പ്രോജക്ട് കോർഡിനേറ്റർമാരായ ബിബിൻ ബേബി, അനന്തുകൃഷ്ണൻ, അശ്വതി എസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ കേരള കലാമണ്ഡലമാണ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കേരള കലാമണ്ഡലത്തിന് ശേഷം പാഞ്ഞാളിലേക്ക് പോകും. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് സന്ദർശനമുണ്ട്. അതിനുശേഷം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സന്ദർശിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ പുത്തൻപള്ളി സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ പൈതൃകവും സാംസ്കാരികതയും വിളിച്ചോതുന്ന സന്ദർശനങ്ങൾ, കേരളത്തിൻ്റെ വികസന മാതൃകകൾ ഇവരെ കാണിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് വിവിധങ്ങളായ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും മാതൃകകൾ സന്ദർശിക്കുകയും ചെയ്യുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്ര ഫെബ്രുവരി മാസം 28-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്.